എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ മിക്കവാറും ആളുകൾക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആളുകൾക്കെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത് പെണ്ണുങ്ങൾക്കല്ല, ആണുങ്ങൾക്കാണ് അതിൽ കൂടുതലായിട്ട് സന്തോഷം തോന്നുന്നത്. എന്തായിരിക്കും അങ്ങനെ ഒരു ന്യൂസ് അറിയാനായിട്ട് നിങ്ങൾക്ക് പലർക്കും താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ വാർത്ത എന്താണെന്ന് ചൂടോടെ തന്നെ ഞാനങ്ങ് കയ്യിൽ തന്നേക്കാം. പലരും ഇതിനു മുമ്പ്, ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ടി വി സീരിയലുകളൊക്കെ നിർത്തുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ ടി വി സീരിയലിൽ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനൊക്കെ എതിരെയായിട്ട്, അത് കുട്ടികൾ വഴിതെറ്റുന്നു, അതിനൊക്കെ എതിരായിട്ട് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ, അതൊന്നും നമുക്ക് കയറി മാന്താൻ പറ്റിയ ഒരു സ്ഥലമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പുക്കാറാവും. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിനെതിരെയൊന്നും പോകുന്നില്ല. പിന്നെ സീരിയലിനെയൊക്കെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ഉറപ്പാണ്. കോമഡി സ്റ്റാർ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് പറയാം വാഗുണ്ട്, പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്താൽ തന്നെ വലിയ വിഷയമാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറി. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ അല്ലാതെ ഡയറക്റ്റായിട്ടും എനിക്കറിയാവുന്നവർ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ നിനക്ക് ഈ സീരിയലിനെയൊക്കെ പറ്റിയിട്ട്, സീരിയലിലെ ഇപ്പോഴത്തെ സെൻസറിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാം പച്ചയ്ക്കാണല്ലോ സീരിയലുകളിൽ, അപ്പോൾ അതേക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തുവിടെ എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം താല്പര്യമില്ല, അത് നമുക്ക് വഴിയേ അതിനൊരു അവസരം ഉണ്ടാകുമ്പോൾ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞങ്ങ് ഒഴിവാക്കി വിട്ടതാണ്. അപ്പോൾ ദൈവമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അത്തരത്തിൽ ഒരു കാര്യമായിട്ട് വരികയാണ്. നമുക്ക് പറയാനുള്ളൊരു സാഹചര്യം മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് പറയാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ സീരിയലുകളിലൊക്കെ ഇപ്പോൾ നിലവിൽ ഒരുപാട് സീരിയലുകൾ ഇപ്പോൾ കാണുന്നത് മുഴുവനും മെഗാ സീരിയലാണെന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ 10 അല്ലെങ്കിൽ 12 എപ്പിസോഡ് മാത്രമേ കാണുകയുള്ളായിരുന്നു. പിന്നീടാണ് മാനസി, വലയം, അങ്ങനെ നമ്മുടെ മധുമോഹൻജിയുടെ ഒരുപാട് മെഗാ സീരിയലുകളൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹമാണ് ആദ്യമൊക്കെ ആയിട്ട്. അങ്ങനെയാണ് എൻ്റെ അറിവ്. അതിനുശേഷം മെഗാ സീരിയലിൻ്റെ ഒരു പരമ്പര ഘോഷയാത്ര തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ തന്നെ എന്തുമാത്രം മെഗാ സീരിയലുകളാണുള്ളത് അല്ലേ? അപ്പോൾ അതിൽ ചിലതൊക്കെ വളരെ നല്ല സീരിയലുകളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ചിലതൊക്കെ ഉണ്ടല്ലോ, വളരെ വൾഗറായിട്ടുള്ള സീരിയലുകൾ വരെ ഉണ്ട്. കാരണം എപ്പോഴും അവിഹിതമാണ് സീരിയലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ അവിഹിതമാണ്. അവിഹിതമില്ലാത്ത ഒരു സീരിയൽ ഉണ്ടെങ്കിൽ സാന്ത്വന വരുന്നു. ഞാൻ എല്ലാ സീരിയലും കാണത്തില്ല. ഞാൻ ഇപ്പോൾ കുറേ നാളുണ്ട് ഇപ്പോൾ സീരിയലും കാണുന്നില്ല. ഞാൻ നേരത്തെ സീരിയലിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുമായിരുന്നു, ഗീതാഗോവിന്ദം കാണുമായിരുന്നു. അതുപോലെ ആദ്യമൊക്കെ സാന്ത്വനം എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നത് കാണുമായിരുന്നു. പിന്നീട് ഈ മൗനരാഗം എന്ന് പറയുന്ന സീരിയല്, പത്തരമാറ്റം എന്ന് പറയുന്ന സീരിയല്, അതുപോലെ എന്താണ് ഉണ്ടല്ലോ ചെമ്പനീർ പൂവ് എന്ന് പറയുന്ന സീരിയൽ, അതിപ്പോഴൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു 3-4 സീരിയലുകൾ മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അതും കാണാറില്ല. കാരണം എനിക്ക് സമയമൊന്നും കിട്ടാറില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് തന്നെ വീട്ടു ജോലി കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, വീഡിയോ എഡിറ്റിംഗ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ സീരിയലൊന്നും കാണാനായിട്ട് നേരം കിട്ടുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ സീരിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബ പ്രേക്ഷകരാണ് സീരിയൽ എന്ന് പറയുന്നത്. എല്ലാവരും കൂടി നിരന്നിരുന്ന് കാണുന്നതാണ്. പല വീടുകളിലും ആണുങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും അങ്ങനെ കാണുന്ന വീടുകളും ഒരുപാടുണ്ട്. എൻ്റെ അറിവിൽ തന്നെയുണ്ട് ഒരുപാട് വീടുകൾ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ സീരിയലിൻ്റെ പോക്കെന്ന് പറയുന്നത്. എൻ്റെ പൊന്നോ, എപ്പോഴും ഫസ്റ്റ് നൈറ്റ് സീരിയലിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, വിവാഹം കഴിഞ്ഞാലും ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യം എന്ന് പറയുന്നത് കാണില്ല. അത് ഏത് സീരിയൽ എടുത്താലും അതെന്തോ മോശമാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഈ ദാമ്പത്യം തുടങ്ങുന്നത് ഏകദേശം സീരിയൽ സ്റ്റാർട്ട് ചെയ്ത് 1.5 വർഷം കഴിയുമ്പോഴായിരിക്കും അവരുടെ ഫസ്റ്റ് നൈറ്റ് സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. അതാണെങ്കിലോ ഭയങ്കര ബിൽഡപ്പിലൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ കാണുന്നവർക്ക് പോലും മാനക്കേട് തോന്നത്തക്ക രീതിയിലാണ് ഇപ്പോൾ പല സീരിയലുകളുടെയും. ഞാൻ വേണമെങ്കിൽ പേര് പറഞ്ഞുതരാം സീരിയലുകൾ. ചെമ്പനീർ പൂവ് സീരിയലിൽ എന്താ കാണിച്ചിരിക്കുന്നത്, ഗീതാഗോവിന്ദം എന്താ കാണിച്ചിരിക്കുന്നത്. അതുപോലെയാണ് പല സീരിയലുകളിലും. പേര് പറയാനാണെങ്കിൽ അത് കാണുന്നവർക്കറിയാം. പിന്നെ സ്ഥിരം അവിഹിതം സീരിയലിലുള്ള നായികമാർക്ക് ഓക്കെ, നായികമാരല്ലാതെ ഒരു ഉപനായിക കാണും. ഉപനായികയ്ക്ക് എപ്പോഴും നായികയുടെ കെട്ടിയനെ വേണ്ടു, അല്ലാതെ പറ്റില്ല. അവർക്ക് എപ്പോഴും വിവാഹിതരായിട്ടുള്ളവരെ മാത്രം മതി, അല്ലാതെയുള്ളവർ വേണ്ട. എന്ത് മെസ്സേജാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും സീരിയലിനെ പറ്റിയിട്ടുള്ള ഈ ഒരു പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. വനിതാ കമ്മീഷനൊക്കെ ചേർത്തിട്ടുള്ള അവരെടുത്ത ഒരു തീരുമാനങ്ങളാണ് സീരിയലിനെതിരെ. അതെന്തായാലും നിങ്ങൾ കേൾക്കൂ. അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം.
ഒരു നിമിഷം. നമസ്കാരം. വളരെ പ്രതീക്ഷ തരുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. മലയാള ടെലിവിഷൻ സീരിയൽ കഥകൾ, എപ്പിസോഡുകൾ എന്നിവ സംപ്രേഷണം ചെയ്യും മുമ്പ് സെൻസർ ബോർഡിന്റെ പരിശോധന ആവശ്യമാണെന്ന് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഗാ പരമ്പരകൾ നിരോധിച്ച് എപ്പിസോഡുകൾ 20 മുതൽ 30 വരെയായി കുറയ്ക്കണം. ഒരു ദിവസം ഒരു ചാനലിൽ 2 സീരിയലുകൾ മതിയെന്നും പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു എപ്പിസോഡ് 20 ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു രസം ഉണ്ടാവില്ല. കാണുന്നവർക്കറിയാം, സീരിയൽ കണ്ടിട്ടുള്ളവർക്കറിയാം അതൊരു രസം ഉണ്ടാവില്ല. പിന്നെ ഒരു ചാനലിൽ 2 സീരിയലുകളെ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രേക്ഷകർ എത്രത്തോളം അതിനെതിരെ അത് അംഗീകരിക്കുന്നൊന്നും അറിയത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സഡൻ ബ്രേക്ക് ഇടാനൊന്നും പറ്റുന്നൊരു കാര്യമേ അല്ല ഈ സീരിയൽ എന്ന് പറയുന്നത്. എന്നാൽ ചോദിക്കും ഞാൻ 2 വെള്ളം ചവിട്ടിയാണോ സംസാരിക്കുന്നതെന്ന്. അല്ല, ഞാൻ എല്ലാ വശങ്ങളും ചിന്തിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് ഈ സീരിയൽ കൊണ്ട് ഉപജീവനമാർഗം നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നായകന്മാർ, ഉപനായകന്മാർ മാത്രമല്ല, അതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടി ഒരു 10, 35, 40 പേരിന് അടുത്ത് തന്നെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം. അപ്പോൾ പെട്ടെന്ന് ഇത് സഡനായിട്ട് ഇങ്ങനെ ഒരു ചാനലിൽ 2 സീരിയൽ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള ആളുകൾ അവരരി മേടിക്കുന്നത് അവർക്ക് അതേ അറിയൂ. അതാണ് അവർ ശീലിച്ചത്. അവർക്ക് അഭിനയം കൊണ്ട് മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവർക്കല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു പ്രൊഡ്യൂസ് ചെയ്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ തയ്യാറാക്കാനോ ഒന്നും ആരും തയ്യാറാവില്ലല്ലോ. അപ്പോൾ ആ പറയുന്നതിൽ ന്യായമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സീരിയലിന് നല്ല രീതിയിൽ സെൻസർ വെക്കണം. സെൻസർ ബോർഡ് ഇപ്പോൾ അതായത് മൂവിയിൽ ഇപ്പോൾ തന്നെയാണെങ്കിലും സെൻസർ ചെയ്യുന്നതൊക്കെ കണക്ക് തന്നെയാണ്. സെൻസർ ചെയ്യുന്നു എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ സീരിയലിൽ അത് കർശനമായിട്ടും ഉണ്ടാവണം. പിന്നെ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് തോന്നുന്ന തരത്തിലുള്ള ആ ഒരു രീതികളൊക്കെ കുറേ മാറ്റി കുറച്ച് പോസിറ്റീവ് വൈബ് കൊണ്ടുവരാൻ ശ്രമിക്കണം സീരിയലുകളിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഇവർ പറയുന്നത് കൂടി കേൾക്കാം. സംപ്രേഷണം അനുവദിക്കരുതെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട്. സീരിയലുകളുടെ സെൻസറിംഗ് നിലവിലെ സിനിമാ സെൻസർ ബോർഡിനെ ഏൽപ്പിക്കുകയോ പ്രത്യേക ബോർഡ് രൂപവൽക്കരിക്കുകയോ ചെയ്യണമെന്നും വനിതാ കമ്മീഷന്റെ പഠന റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സിനിമയിൽ തന്നെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക നല്ലത്. പണ്ടൊക്കെ സിനിമയിലൊക്കെ റേപ്പ് സീനൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അറ്റവും മൂലയൊക്കെ കാണിച്ചിട്ട് അങ്ങ് നിർത്തുമായിരുന്നു. ഒരു കയ്യോ കാലോ അത്രേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് കാണിക്കുന്നത്? ഇപ്പോൾ പോൺ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയുള്ള ഭാഗങ്ങൾ എന്നെ ചെറുതായിട്ട് ബ്ലറർ ചെയ്താണ് ഇപ്പോൾ സിനിമകളിൽ കാണിക്കുന്നത്. അതുകൊണ്ട് പിന്നെ സീരിയലിൻ്റെ സെൻസറിങ് സിനിമ സെൻസറിങ്ങിൽ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ബോർഡ് വല്ലതും തീരുമാനിച്ച് കൂട്ടുവാണെങ്കിൽ അത് വളരെ നന്നായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. മലപ്പുറം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലെ 13 മുതൽ 19 വയസ്സ് വരെ പ്രായക്കാരായ 400 പേരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് കമ്മീഷൻ ഇതേക്കുറിച്ച് പഠിച്ചത്. പരമ്പരകളിൽ തെറ്റായ സന്ദേശമുണ്ടെന്ന് 43% പേരും കുറ്റപ്പെടുത്തി. സീരിയലുകളുടെ പ്രമേയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് 57% പേരും ആവശ്യപ്പെട്ടത്. അതുമാത്രമല്ല, ഈ ഒരു പഠനത്തിലൂടെ അസാൻമാർഗിക കഥാപാത്രങ്ങളെ കുട്ടികൾ അടക്കം അനുകരിക്കുന്നതായി പഠനം കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ സീരിയലിലും നെഗറ്റീവ് കഥാപാത്രത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടിരിക്കുന്നത്. കൂടുതലും അതൊരു പെണ്ണായിരിക്കും. പെണ്ണുങ്ങളെ ഞാൻ വില കുറച്ച് കാണുന്നതല്ല കേട്ടോ. ഞാനും പെണ്ണാണ്, ഭഗവതി പെണ്ണാണ്. ഈ ലോകത്തിൽ പ്രകൃതി പോലും സ്ത്രീയാണെന്നാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങളെ വില കുറച്ചൊന്നും കാണുന്നതല്ല. പക്ഷേ കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ ഒരു തൈക്കളവി കാണും. എല്ലാ സീരിയലിലും ഒരു തൈക്കളവി കാണും. അല്ലെങ്കിൽ ഒരു നായികയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഉപനായിക കാണും, വില്ലത്തിയായിട്ട് കാണും. അവർക്ക് ഈ പറയുന്ന ഈ തൈക്കളവിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ തൈക്കളവി സ്വത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു 500 കോടിയൊക്കെ കാണും നായികൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. 500 കോടി, 1000, 1500 കോടിയൊക്കെ കാണും. അപ്പോൾ ഇതിൽ അള്ളിപ്പിടിച്ച് തൂങ്ങിയാണ് നമ്മുടെ ആരാണ് തൈക്കളവിയുടെ കണ്ണും നോട്ടമൊക്കെ. അപ്പോൾ അത് നേടാൻ വേണ്ടിയിട്ട് തൈക്കളവി ഏത് താറടിച്ച വേലയും കാണിക്കും. ഏത് തരത്തിൽ ആരെ വേണമെങ്കിലും കൊന്ന് തിന്ന് ആ സമ്പാദ്യം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതേസമയം ഉപനായികയുടെ ആയിട്ട് റോള് ചെയ്യുന്ന ആൾ, അതായത് വില്ലത്തി റോള് ചെയ്യുന്ന പെൺകുട്ടിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നായികയുടെ ചെറുക്കനെ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവളെ കെട്ടി അവൻ്റെ 2 മക്കളെ പെറ്റു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഉപനായിക വിടില്ല. അവൾക്ക് വേണം, അവനെ മതി. 2 കൊച്ചുങ്ങളെ തന്നെയായാലും കുഴപ്പമില്ല, ബന്ധം വേർപെടുത്തിയിട്ടെങ്കിലും നേടണം. അങ്ങനെ നേടിയേ അടങ്ങും. അത്തരത്തിലുള്ള ഒരുപാട് സീരിയൽ, ഏഷ്യാനെറ്റിലെ ഓരോ സീരിയലും ചൂടുന്നു നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. എന്നാൽ ചോദിക്കും മറ്റ് ചാനലുകളുടെ പേരെന്താണ് പറയാത്തതെന്ന്. മറ്റ് ചാനലുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഏഷ്യാനെറ്റിനെ പറ്റിയേ പറയാനറിയൂ. കാരണം ഞാൻ കേരളത്തിലെ സീരിയലുകൾ ഒരെണ്ണവും കണ്ടിട്ടില്ല.
അതെനിക്ക് എന്നെ സൂര്യ ടി വിയിലെ സീരിയലുകൾ കണ്ടിട്ടില്ല. മഴവിൽ മനോരമയിലെ സീരിയൽ പണ്ടും കണ്ട ജാനിക്കുട്ടിയുടെ സീരിയൽ എനിക്ക് തോന്നുന്നു മഴവിൽ മനോരമയിൽ അതാണോ എന്തോ. അതങ്ങനെ അല്ലാതെ ഞാൻ മഴവിൽ മനോരമയോ ഇതുപോലുള്ള വേറെ ഒരു ചാനലിലും സീരിയൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഏഷ്യാനെറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ കാര്യം തന്നെ എടുത്ത് പറയുന്നത്. അത് ഒരു സീരിയലുകളല്ല, ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരുപാട് സീരിയലുകൾ അങ്ങനെ ഉണ്ട്. നേരത്തെ വന്ന കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുടുംബവിളക്കിലെ നായിക ആരായിരുന്നു? സുമിത്രയുടെ ഭർത്താവ് ആരാണ്? സിദ്ധു. ഈ സിദ്ധുവിനെ തട്ടിയെടുക്കാനായിട്ട് നടക്കുന്നത് ആരാണ്? വേദിക. ഈ വേദിക എന്നാ ചോദിക്കും, നിങ്ങളിത് കാണാതെയാണോ? എൻ്റെ അമ്മ അവിടെ ഉറച്ച് അപ്പുറം കേട്ട് ഇപ്പുറം വരുന്ന കണക്കുള്ള ഓളിയത്തിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. സുമിത്രയുടെ നായിക എന്ന് പറയുന്നത് സിദ്ധു ആണ്, സിദ്ധാർത്ഥ്. അപ്പോൾ ഈ വേദിക സുമിത്രയിൽ നിന്നും സിദ്ധാർത്ഥിനെ തട്ടിയെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സീരിയൽ അങ്ങനെ തന്നെ അങ്ങ് പോയി. അതുപോലെ പല സീരിയലുകളും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് അവരുടെ നായികയെ വേണ്ട, വേറെ മതി. ഇപ്പം നിലവിലുള്ള ഏഷ്യാനെറ്റിലെ സീരിയലുകൾ പരിശോധിച്ചാലും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത് നെഗറ്റിവിറ്റി തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിലൊന്നും ഒരു നല്ല വശമില്ല. നല്ല സീരിയലുകൾ വരട്ടെ, അതാണ് ഞാൻ പറയുന്നത്. വളരെ നല്ല സീരിയലുകൾ വരട്ടെ. സാന്ത്വനം ഉണ്ടായിരുന്നു, വളരെ നല്ല സീരിയലായിരുന്നു. അതിൽ അവിഹിതമൊന്നും ഞാൻ കണ്ടിട്ടില്ല, അധികം അവിഹിതമൊന്നുമില്ല. ഒരു സാധാരണ ഒരു കഥാപാത്രം, സാധാരണ ഒരു നമ്മൾക്കിടയിലുള്ള ഒരു കഥാപാത്രങ്ങളായിരുന്നു. അവരിൽ 1100 കോടി രൂപയുടെ നായകനെ തട്ടിയെടുക്കാൻ നടക്കുന്ന നായിക അങ്ങനെയൊന്നുമില്ല. സ്റ്റണ്ട് വഴക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു കഥയായിരുന്നു. അതുപോലെയുള്ള കഥകളും കഥാപാത്രങ്ങളും വരട്ടെ. അതുപോലെ മുമ്പുണ്ടായിരുന്ന ഒരു പരമ്പര, ഏതാണ്? ജാനി കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, മഞ്ഞുരുകും കാലം. വളരെ നല്ല കഥാപാത്രമായിരുന്നു. അതിനും വലിയ നെഗറ്റീവൊന്നുമില്ല. സാധാരണ ഒരു കുടുംബത്തിലെ ഒക്കെ നടക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ കാമ്പുള്ള കഥാപാത്രങ്ങൾ വരട്ടെ. എല്ലാത്തിനും പെണ്ണുങ്ങളെ മാത്രം എടുത്ത് വില്ലത്തി ഇല്ലാത്ത സീരിയലുകളില്ല. വീട്ടിൽ കിടന്നുറങ്ങുന്നതും പട്ടുസാരി ഉടുത്തിട്ട് ഇത്രയും ആഭരണങ്ങളും വാരിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. എന്തിന്? ടോയ്ലറ്റിൽ പോകുന്നെങ്കിൽ പോലും കയ്യിൽ മൊബൈൽ ഫോൺ കാണും. അതാണ് നമ്മുടെ സീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതിനേക്കാളും ഭയങ്കര രസമാണ് രാവിലെ ഉറക്കമൊടിയിച്ച് കണ്ണും തിരുമ്മി വരുന്ന സീനൊക്കെ കാണിക്കുന്ന കണ്ടാലുണ്ടല്ലോ സീരിയലുകളിൽ. തലയിൽ ഇത്രയും വലിയ കെട്ടിന് പൂവുണ്ടാവും. മുല്ലപ്പൂവൊന്നുമല്ല, പ്ലാസ്റ്റിക് പൂവായിരിക്കുന്നേ ഉള്ളൂ. പ്ലാസ്റ്റിക്കോ തുണിയിലെയൊക്കെ പൂവാണ്. പക്ഷേ ഉറക്കം എണീച്ച് വരുന്നതാണ്. സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് വരും. പക്ഷേ തലയിൽ ഇത്രയും പൂവ് ഇങ്ങനെ വെച്ചിട്ടാണ് വരുന്നത്. എൻ്റെ പൊന്നോ. കേന്ദ്ര കഥാപാത്രമാകുന്ന സ്ത്രീകൾ മിക്കപ്പോഴും നെഗറ്റീവ് റോളിലാണ്. യാഥാർത്ഥ്യ ബോധമുള്ള കഥകളും കുറവാണ്. ഇത്തരത്തിലുള്ള സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നത് കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ എല്ലാ തരത്തിലും ബാധിക്കുന്നു. 2017 മുതൽ 2022 വരെയാണ് വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളെ പറ്റി കമ്മീഷൻ പഠിച്ചത്. മറ്റു ശുപാർശകൾ ഹ്രസ്വചിത്രങ്ങളും വെബ് സീരീസുകളും വിദ്യാഭ്യാസ പരിപാടികളും ഉൾപ്പെടുത്തുക, പിന്നെ കുട്ടികൾ അമിതമായി സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക, അധിക്ഷേപ ഭാഷ നിരോധിക്കുക, സ്ത്രീകളെ നിന്ദ്യമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള നിയമം കർശനമായി നടപ്പാക്കണം, അശ്ലീല ഉള്ളടക്കങ്ങൾ തിരയുന്നത് കർശനമായി നിയന്ത്രിക്കണം. ഇക്കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുകയും പ്രത്യേകം സമിതികൾ രൂപവൽക്കരിക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതി സെല്ലും ആവശ്യമാണ്. സീരിയലുകൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും, അതായത് നെഗറ്റീവായി സ്വാധീനിക്കുന്നതുമൊക്കെ ആദ്യത്തെ ചർച്ചാ വിഷയമല്ല. പക്ഷെ ഇങ്ങനിപ്പോൾ വനിതാ കമ്മീഷൻ മുൻകൈ എടുത്ത് ഒരു പഠന റിപ്പോർട്ട് സമർപ്പിച്ചത് വളരെ ആശാവഹമാണ്, വളരെ നല്ല ഒരു കാര്യമാണ്. ഇതിൽ പറഞ്ഞൊരു പ്രധാന പോയിന്റ്, ഈ പുനഃസംപ്രേഷണം അതുപോലും വിടാത്ത സ്ത്രീകളുണ്ട്. അതായത് ടിവിയിൽ ഒരു എപ്പിസോഡ് കണ്ട് അതിന്റെ പുനഃസംപ്രേഷണവും കണ്ട് വീണ്ടും യൂട്യൂബിൽ ചെന്ന് അതേ എപ്പിസോഡ് കാണുന്നത് അവർക്ക് എത്രത്തോളം അതിനോട് ഒരു അഡിക്ഷൻ ഉണ്ടായി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കഥകളൊക്കെയാണ് പടച്ചുവിടുന്നത്. ഈ സീരിയലുകൾ തുടങ്ങിയ സമയത്ത് സ്ഥിരം പരിപാടി അമ്മായിയമ്മ മരുമകൾ പോര്, മരുമകളുടെ കണ്ണുനീര്, അവിടെ ഒരു ദുഷ്ടയായ വില്ലത്തിയായിട്ടുള്ള ഒരു നാത്തൂനുണ്ടായിരിക്കും. ഇപ്പൊ കുടുംബങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് സാധാരണക്കാരെ അവരറിയാതെ തന്നെ അവരുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിൽ ഇത്തരം സീരിയലുകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പല സ്ത്രീകളും ഈ സീരിയലിലെ ഗൃഹനാഥന്മാരെ അനുകരിക്കാൻ ഭർത്താക്കന്മാരെ നിർബന്ധിക്കുന്നതുണ്ട്. ഒരുപാട് പുരുഷന്മാരും സീരിയലിന് അടിമയായിട്ടുള്ളവരുണ്ട്. വ്യക്തിപരമായി തന്നെ നമുക്കറിയാവുന്ന ആളുകളാണ്. വെളുപ്പിനെ 3 മണിക്കൊക്കെ ഇതിന്റെ പുനഃസംപ്രേഷണമൊക്കെ ഇരുന്ന് ഉറക്കമിളച്ച് കാണുന്ന പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. സമൂഹം ഏതായാലും
അത് ഞാൻ വിശ്വസിക്കത്തില്ല. അത് വല്ലാത്തൊരു തള്ളായിപ്പോയില്ല. ഏത് ചാനലിലാണ് മാഡം പിന്നെ വെളുപ്പിന് 3 മണിക്ക് പുനഃസംപ്രേഷണം ഉള്ളത്? എൻ്റെ അറിവിൽ ഒരു ചാനലിലും കേരളത്തിലെ ഒരു ചാനലുകളിലും ഇല്ലയെന്ന് വേണം പറയാൻ. പിന്നെ ഇവർ ഏത് ചാനലിനെ പറ്റിയാണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഇത്തിരി തള്ളിയപ്പോൾ ഇത്തിരി കൂടിപ്പോയി എന്ന് തോന്നുന്നു. പുട്ടുകുറ്റി അപ്പുറത്ത് വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സീരിയലിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. പറഞ്ഞു വരുമ്പോൾ എല്ലാം പറയണമല്ലോ. സീരിയലിൽ ശരിയാണ്, സീരിയലുകളിൽ ആണുങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഇല്ല. പെണ്ണുങ്ങളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ചും പട്ടുസാരി ഉടുത്ത മധ്യവയസ്കരായിരിക്കും മിക്ക കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നായകൻ്റെ കൂടെ ഡാ തുമ്മരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മധ്യവയസ്ക, അതായത് മിക്കവാറും പയ്യൻ്റെ അമ്മയോ അമ്മായിയോ ഒക്കെ ആയിരിക്കും. പിന്നെ തുമ്മില്ല. തുപ്പരുതെന്ന് പറഞ്ഞാൽ തുപ്പില്ല. മിണ്ടരുതെന്ന് ഭർത്താവിനെ നോക്കി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ മിണ്ടില്ല, തീർന്നു മിണ്ടിക്കഴിഞ്ഞാൽ. എൻ്റെ പൊന്നെ, ഈ സീരിയലിൻ്റെ ഈ ഒരു കാര്യത്തിൽ പക്ഷേ ഒരു കാര്യമുണ്ട്, കാമ്പുള്ള കഥാപാത്രങ്ങൾ കൊണ്ടുവരാം. കാരണം കാമ്പുള്ള കഥാപാത്രങ്ങൾ കൊണ്ടുവരാം, നല്ല കഥകൾ കൊണ്ടുവരാം, സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കിട്ടത്തക്ക രീതിയിലുള്ള കഥാപാത്രങ്ങൾ കൊണ്ടുവരാം, നല്ല കഥകൾ മാത്രം സീരിയലിലേക്ക് കൊടുക്കാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം ഇത് ഈ പറയുന്ന രീതിയോടൊന്നും ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. കാരണം ഇത് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞതല്ല, ഇതുവഴി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ള വേതനം അവർ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് സർക്കാർ കൊടുക്കുമോ? ഇല്ലല്ലോ. ഒരു സർക്കാരിനും പറ്റില്ലല്ലോ കൊടുക്കാൻ. അവർക്കും ജീവിക്കണ്ടേ? അവർക്ക് ഈ ഒരു തൊഴിൽ മാത്രമേ അറിയൂ ജീവിക്കാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഒരു നിബന്ധന വയ്ക്കാം. നെഗറ്റിവിറ്റി സമൂഹത്തിന് സ്പർട്ട് ചെയ്യുന്നത് കണക്കുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ആ ഒരു നിബന്ധന വയ്ക്കാം. സമൂഹത്തിന് എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് കിട്ടുന്ന തരത്തിലുള്ള സീരിയലുകളാകണം. സ്ക്രിപ്റ്റ് എഴുതുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സീരിയലുകൾക്ക് മാത്രമേ സെൻസറിങ് അനുവദിക്കുകയുള്ളൂ എന്നുള്ള നിയമം വരാം. അല്ലാണ്ട് അത് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത് ശരിയല്ലെന്ന് പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവർക്കെന്താ ജീവിക്കണ്ടേ? അവരെന്താ മനുഷ്യരല്ലേ? 10, 35, 40ഓളം പേരുടെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് ഓരോ സീരിയലിലും. ഓരോ ദിവസവും അതുപോലെ അത്രയും സ്റ്റാഫുകൾ അടങ്ങുന്നതാണ്. സീരിയലിനെ കുറിച്ചിട്ട് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിച്ച് അവർക്ക് കുടുംബം ജീവിക്കണം അവർക്ക്. അപ്പോൾ അവരുടെയും പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർ കാണും, ജോബായിട്ട് കൊണ്ടു നടക്കുന്നവർ കാണും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ചെയ്യാം, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ചെയ്യാം. അതായത് സംസാരം മാന്യമായിട്ടുള്ളതായിരിക്കണം. കാരണം ഇതിപ്പോൾ ഫസ്റ്റ് നൈറ്റൊക്കെ കാണിക്കുന്ന കണ്ടാലുണ്ടല്ലോ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് സംസാരമാണെങ്കിലോ. ഏതു നേരം എൻ്റെ ഗർഭം, എൻ്റെ വയറ്റിൽ കുഞ്ഞ്, ഇതാണ് ഡയലോഗ്. സീരിയലിൻ്റെ സ്ഥിരം ഡയലോഗ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇതൊന്നുമല്ല, ഇതിനപ്പുറം ഹസ്ബൻഡ് ആൻഡ് വൈഫോ കാമുകനോ ആണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെവി പൊത്തിയിരുന്നാൽ മതി. അത്രയും വൃത്തിയിട്ട രീതിയിൽ പച്ചക്കൊക്കെയാണ് പറയുന്ന സീരിയലിലൊക്കെ. അത് നിങ്ങൾ പലരും ആ ഗീതാഗോവിന്ദം ചെമ്മനീർപ്പൂവ് അതുപോലെ പല സീരിയലുകളുടെയും നായകന്മാർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും നിങ്ങൾക്കൊക്കെ. അതിന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പിന്നെ നമ്മുടെ നിയമം ഇങ്ങനെ വന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇതിനേക്കാളും എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹം ഏറ്റവും അധികം മോശപ്പെട്ടു പോകുന്നത് ഈ സീരിയലുകൾ കാരണം മാത്രമല്ല, മോഡലിങ്ങിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഒരു കൈലേസിൻ്റെ അത്രയുള്ള ആ ഒരു തുണി വെച്ചിട്ട് നാണവും മാനവും മറയത്തൊന്നുമില്ല, ആ ഒരു രീതിയിലൊക്കെ നിന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ഇത് കൊണ്ടുവരണം. അല്ലാതെ സീരിയലുകൾ കണ്ടെന്നും പറഞ്ഞ് മാത്രമൊന്നും സമൂഹം വഴിതെറ്റി പോവില്ല. ഇത് കൂടുതൽ മെസ്സേജ് കൊടുക്കുന്നത് എന്താണ്? ഈ ഇത്തറ്റം തുണിയും ഉടുത്തിട്ട് ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് നിൽക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതും പുതിയ തലമുറകൾ, വളർന്നു വരുന്ന തലമുറകൾ വഴിതെറ്റി പോകുന്നതിന് ഏറ്റവും നല്ല മെസ്സേജ് തന്നെയാണ് അതും. ഇന്നാൾ അങ്ങനെ ചെയ്തു, വൈറലായി, എനിക്കും ഇനി കുറേ വൈറലാവാമെന്ന് തോന്നൽ ഉണ്ടാവും പുതിയ തലമുറകൾക്ക്. ഇല്ലേ? ഇപ്പോൾ പലരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കിയാൽ അറിയാം, എത്രയോ സ്ത്രീകൾ, മുതുക്കിയൊക്കെ തന്നെ വസ്ത്രങ്ങളില്ല, വസ്ത്രം കുറച്ചിട്ട് പടുക്കിളവികൾ വരെ വൈറലാവാനായിട്ട് നോക്കുകയാണ്. നല്ല രീതിയിലൊന്ന് ഓർത്ത് നോക്കൂ. നല്ല രീതിയിൽ വസ്ത്രവും ധരിച്ച് പൊട്ടിടുന്നവരങ്ങനെ, പൊട്ടിടാത്തവരങ്ങനെ, അതൊക്കെ അവരവരുടെ പ്രൈവസി. നല്ലതുപോലെ വസ്ത്രം ധരിച്ച് നല്ല ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിൽക്കുമ്പോഴുള്ള ഒരു മനുഷ്യർക്ക് കിട്ടുന്ന ഒരു സൗന്ദര്യം ഈ കോണാച്ചട്ടി എടുത്തുകൊണ്ട് നിൽക്കുന്ന ഏത് മനുഷ്യന് കിട്ടാനാണ്? പക്ഷെ അതിലും മാറ്റം കൊണ്ടുവരണം. അല്ലാതെ ഈ സീരിയലുകളുടെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നന്നായി വന്നാലേ നാട് നന്നാവത്തുള്ളൂ.
രീതിയിലും അധപ്പതിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ കലാകാരന്മാർ, പ്രത്യേകിച്ച് പുതിയ കലാസൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒന്ന് തങ്ങൾക്ക് സമൂഹത്തിന് സംഭാവന ചെയ്യാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു സമയമൊക്കെ, അങ്ങനെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ കൂടെ എന്തൊക്കെയാണോ സമൂഹത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവങ്ങൾ നടക്കുന്നത്, അതിന്റെ അടുത്ത ഡിഗ്രിയിലുള്ള ഒരു അരങ്ങേറ്റമാണ് ഈ സീരിയലുകളിലൂടെ നടത്തുന്നത്. അതാണ് നമ്മുടെ ബോധ മനസ്സിലേക്കും ഉപബോധ മനസ്സിലേക്കും അടിച്ചേൽപ്പിക്കുന്നത്. അത് വെറും ഒരു കലാസൃഷ്ടിയല്ലേ, നമ്മൾ നേരെ പോകേണ്ടത് കണ്ടാൽ പോരെ എന്നൊന്നും പറയാനില്ല. ഈ സിനിമ തന്നെ, ദൃശ്യം സിനിമ ഇറങ്ങിയതിനു ശേഷം അതിനെ അനുകരിച്ച് പല കൊലപാതകങ്ങളും നടന്നതും അതിന്റെ വാർത്തകളൊക്കെ കണ്ടു. അപ്പോൾ ദൃശ്യം സിനിമ മാത്രമല്ല, പല സിനിമകളും നമ്മുടെ തലമുറകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദൃശ്യം സിനിമ നിർത്തണം എന്നുള്ള നിലപാടെടുത്തില്ല? ദൃശ്യം സിനിമ കണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു. അത് കറക്റ്റ് കാര്യമാണ്. പല കൊലപാതകങ്ങളുടെയും മോഡലും രീതികളും നമ്മളെല്ലാം സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത്രയും ബാഡ് മെസ്സേജ് വന്ന ഒരു സിനിമ ഇന്നും ഓടുന്നുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ടി വിയിലൂടെ ആണെങ്കിലും അത് ഓടുന്നുണ്ട്. ആ സിനിമ എന്തുകൊണ്ട് അന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല? അപ്പോൾ അതല്ലായിരുന്നോ വേണ്ടത്? അല്ലാതെ ദൃശ്യം മോഡൽ സിനിമ ഇറങ്ങിയതുകൊണ്ട് അതുപോലെ ഇനിയും നടക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ സിനിമ അന്ന് അവിടെ ബ്ലോക്ക് ചെയ്യിക്കണമായിരുന്നു, അത് അവിടെ നിർത്തണമായിരുന്നു, സ്റ്റോപ്പ് ചെയ്യിക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതെങ്ങനെ? നല്ല രീതിയിൽ സർക്കാരിലൊക്കെ പണമൊക്കെ ഇറങ്ങൂലേ? അതുപോലെ ഒരു പടമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് റിലീസ് ചെയ്ത് അവരുടെ ടാക്സും ബാക്കി സംഭവങ്ങളൊക്കെ മേടിക്കുന്ന സർക്കാരിന് അത് പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും ബാഡ് മെസ്സേജാണ് ദൃശ്യത്തിൽ ഇറങ്ങിയതെങ്കിൽ അത് പിന്നെ എന്തിനാണ് ഇപ്പോഴും വച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെ നിർത്തിപ്പെട്ടിയിലാക്കണമായിരുന്നു അന്ന് തന്നെ. അതാ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും സീരിയലിനെ കുറിച്ച് ഇത് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. പറയാനാണെങ്കിൽ ഇവർ കുറേ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ ഇപ്പം തന്നെ ഒരുപാട് ലെന്തായി. ഇനിയും കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൾ എനിക്ക് എപ്പോഴും ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ രാവിലെ ഇട്ടതിൽ എന്നെ ഇഷ്ടമുള്ളവരും ജസ്ന സലീമിനെ ഇഷ്ടമുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഇഷ്ടമുള്ളൊരു വെളുത്ത ഹാർട്ടും ജസ്നയെ ഇഷ്ടമുള്ളൊരു റെഡ് കളറുള്ള ഹാർട്ട് ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും എൻ്റെ ചാനലിൻ്റെ അടിയിൽ വരുമ്പോഴത്തേക്ക് ഉത്തരമോളെ ഇഷ്ടമാണ്, ഉത്തരമോൾ അടിപൊളിയാണ്, ചേച്ചിയെ ഇഷ്ടമാണ്, ചേച്ചിക്കുട്ടിയെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടാറുണ്ട്. എന്നിട്ട് ഞാനൊരു ജസ്നയെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് എല്ലാവരും പറയും, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, ചേച്ചിക്കുട്ടി അവൾ അങ്ങനെയാണ്, മറ്റേണ് മറിച്ചാണ് എന്നൊക്കെ പറയും. നമുക്ക് സപ്പോർട്ട് നിന്നിട്ട് പറയും. അതേസമയം ഞാൻ എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തേണേ. അതേസമയം ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ഈ വന്ന് ചേച്ചി സൂപ്പർ, ചേച്ചി ഇഷ്ടമാണെന്നൊക്കെ പറയുന്നവരെല്ലാവരും നേരെ തിരിച്ച് റെഡ് ഹാർട്ടാണ് ഇട്ടത്. എല്ലാവരും റെഡ് ഹാർട്ടാണ്. എന്നിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണ്, നിങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻ്റ് ഇടുന്നതിലൊക്കെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.